ഹലോ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ C++ ഇൻസ്റ്റാൾ ചെയ്തു, ജാവ ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ IDEs ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, അതൊക്കെ റൺ ചെയ്തു, നമ്മൾ കോഡ് ചെയ്തു. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് പൈത്തോൺ ആണ്. പൈത്തോൺ യൂസ് ചെയ്യുന്ന IDE പറയുന്നത് Pycharm ആണ്. വേറെ കുറേ IDEs ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് Pycharm ആണ്. അത്യാവശ്യം എല്ലാം ഉണ്ട് അതിനകത്ത്. നമ്മൾ കോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ബാക്കി ഓപ്ഷൻസൊക്കെ വരും. ഒരുവിധം എല്ലാ മെത്തേഡ്സൊക്കെ അതിനകത്ത് ഒരു ലിസ്റ്റായിട്ട് കാണിക്കും. നമുക്ക് അതിനകത്ത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. എല്ലാ സിൻടാക്സും ഓർത്ത് വെക്കണമെന്നില്ല. പിന്നെ നമുക്ക് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റാണ്. അതെല്ലാത്തിനും ബേസാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയർ ഞാനിവിടെ കാണിക്കാം. പക്ഷേ അതെനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി ജാവ JDK ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് അൺഇൻസ്റ്റാൾ ചെയ്താൽ എൻ്റെ പാത്തൊക്കെ കറക്റ്റായി പിന്നെ ഞാനൊക്കെ രണ്ടാമത് ചെയ്യണം. അതൊക്കെ ഡിഫിക്കൽട്ടാണ്. ഞാൻ ജസ്റ്റ് സോഫ്റ്റ്വെയർ കാണിച്ചിട്ടാൽ നിങ്ങളത് ജസ്റ്റ് ഓപ്പൺ ആക്കുക, നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് വേറെ ഒരു പ്രോസസ്സും ഇല്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കോമെൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ് ചെയ്യുക. ഞാൻ അതിനപ്പം തന്നെ റിപ്ലൈ തരാം. നമുക്ക് ആദ്യം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 3 സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ജാവയുടെ സോഫ്റ്റ്വെയർ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം പൈത്തോണിൻ്റെ സോഫ്റ്റ്വെയർ, പിന്നെ പൈത്തോൺ IDE ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ Pycharm ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ജെറ്റ് ബ്രെയിൻസിൻ്റെ സൈറ്റ് വരും. അവിടെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജെറ്റ് ബ്രെയിൻസിൻ്റെ സൈറ്റിലേക്ക് ഡൗൺലോഡ്സിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് രണ്ട് കാണും. 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് പ്രൊഫഷണൽ വേർഷൻസ് ഉണ്ട്, ഒന്ന് കമ്മ്യൂണിറ്റി വേർഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ വേർഷൻസ് നിങ്ങൾക്ക് പേ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഒരു ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. പക്ഷേ അതിന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് പേ ചെയ്തിട്ട് വേണം പ്രൊഫഷണൽ ഇത് യൂസ് ചെയ്യാൻ. നമുക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ മതി. കമ്മ്യൂണിറ്റി എഡിഷൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷൻ്റെ അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ഞെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഓക്കെ, ഇതേ പൈത്തോൺ സ്റ്റാർട്ട് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഫയൽ. ഇനി നെക്സ്റ്റ് നമുക്ക് ആദ്യം ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒറാക്കിളിൻ്റെ ഒരു സൈറ്റ് വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കണ്ടു, ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ലേറ്റസ്റ്റ് വിൻഡോസിൻ്റെ 64 ബിറ്റ് ആണെങ്കിൽ വിൻഡോസ് ഇൻറ്റു 64 ഡൗൺലോഡ് ചെയ്യാം. 86 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റ് ആണെങ്കിൽ വിൻഡോസ് ഇൻറ്റു 86 ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഇനി വേറെ ഈ പ്ലാറ്റ്ഫോമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ മാക്ക് ആണെങ്കിൽ ഇതേ മാക്കിൻ്റെ ലിങ്ക് ഉണ്ട്, ലിനക്സ് ആണെങ്കിൽ ലിനക്സിൻ്റെ ലിങ്ക് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പൈത്തോൺ ആണ്. പൈത്തോൺ മെയിൻ ആണ്, കോർ ഇൻ്റർപ്രിറ്റർ. പൈത്തോൺ ഡൗൺലോഡ് സെർച്ച് ചെയ്യാം. അപ്പോൾ പൈത്തോണിൻ്റെ സൈറ്റിലേക്ക് പോവുക. ഫസ്റ്റ് തന്നെ പൈത്തോണിൻ്റെ സൈറ്റ് ലിങ്ക് ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പൈത്തോണിൻ്റെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, നമ്മൾ പൈത്തോണിൻ്റെ സൈറ്റിൽ വന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വേർഷൻ ഇച്ചിരി പഴയ വേർഷനാണ്. അത് 3.7.2 ആണ്. എല്ലാ വേർഷൻസും 32 ബിറ്റ് സപ്പോർട്ടഡ് അല്ല. 64 ബിറ്റ് യൂസേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്തു, ഓൾറെഡി 64 ബിറ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ വേർഷൻസും 32 ബിറ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിക്കിംഗ് ഫോർ പൈത്തോൺ ഫോർ വിൻഡോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. പഴയ പാക്കേജസ് വരും. അവിടെ ലേറ്റസ്റ്റ് പൈത്തോൺ 3 റിലീസ് 3.8.2 വേണ്ട. നിങ്ങൾ 3.7.7 ഇത് ഡൗൺലോഡ് ചെയ്തോ. 3.7.7 അത് പൈത്തോൺ 32 ബിറ്റ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾ പൈത്തോൺ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ, നമ്മൾ ഡൗൺലോഡ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് 3 ഫയൽസ്. ഇത് ജാവയിൽ ഡെവലപ്മെൻറ്റ് കിറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതെനിക്ക് ഓപ്പൺ ആക്കിയത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഓപ്പൺ ആക്കുമ്പോൾ ഒരു എറർ പറയും. നിങ്ങൾ കണ്ടോ, ഇതാണ് എറർ. ദ വേർഷൻ ഓഫ് ദ JDK ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ഇനി അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുന്നത് ജാവ ആണെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക. നിങ്ങൾക്കൊരു ഒറാക്കിളിൻ്റെ ഒരു ഇൻസ്റ്റാളർ ഇൻ്റർഫേസ് വരും. അത് നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. ജാവ സിമ്പിളാണ്, ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് Pycharm എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക, നെക്സ്റ്റ് അടിക്കുക. ഇത് നിങ്ങൾ ഡയറക്ടറാണ്. നിങ്ങൾക്ക് ഡയറക്ടർ മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ C പ്രോഗ്രാം ഫയൽസിലാണ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ്
നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഏതാണ് ലോഞ്ചർ എന്ന് നോക്കുക. 32-bit ലോഞ്ചർ ആണെങ്കിൽ നിങ്ങളുടെ 32-bit വിൻഡോസ് ആണെങ്കിൽ 32-bit ലോഞ്ചർ കൊടുക്കുക. 64-bit വിൻഡോസ് ആണെങ്കിൽ 64-bit ലോഞ്ചർ കൊടുക്കുക. എൻ്റെ 32 ആണ്, ഞാൻ 32 സെലക്ട് ചെയ്യുന്നു. പിന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് അസോസിയേഷൻ വേണമെങ്കിൽ .py കൊടുത്തോ. .py നമ്മൾ പൈത്തൺ ചെയ്യുന്ന .py അസോസിയേഷൻ .py ടിക്ക് ചെയ്യുക. ആഡ് ലോഞ്ചസ് DIR ടു പാത്ത്. നോ, അതൊന്നും പാത്ത് വേരിയബിൾ നമുക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാം, അവരൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് അടിക്കുക. ഇൻസ്റ്റോൾ. സിമ്പിൾ, ഇത്ര ഉള്ളൂ ഇൻസ്റ്റോളേഷൻ, ഭയങ്കര സിമ്പിളാണ് എല്ലാം. ഓക്കെ, സോ നമ്മുടെ ഇത് Pycharm ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് ഇവിടെ നമുക്കിപ്പോൾ ടിക്ക് ചെയ്യണ്ട, നമുക്കിപ്പോൾ റൺ ചെയ്യണ്ട, ഇനി പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ Pycharm അതേ ഇൻസ്റ്റാൾ ആയതിൻ്റെ ലോഞ്ചർ ഇവിടെ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ പൈത്തോണിൻ്റെ സോഫ്റ്റ്വെയർ ഫയൽ ഓപ്പൺ ആക്കുക. ഇവിടെ ഇൻസ്റ്റാളിനോ ഡയറക്റ്റ് കൊടുക്കരുത്, പകരം കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ഇവിടെ ഇത് ചിലവരുടെ ഇതൊന്നും എല്ലാം ടിക്കായിട്ടുണ്ടാവില്ല, അത് നിർത്തിക്കണം. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല. ഈ പിപ്പ് ഇൻസ്റ്റാൾ വെച്ചാണ് നമ്മൾ പല പാക്കേജസും മോഡ്യൂൾസൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പിപ്പ് വെച്ചാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പൈത്തോൺ ജസ്റ്റ് കോഡിങ്ങിന് മാത്രമേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ടിക്കാണ് നോക്കുക. ഇതെല്ലാം ടിക്ക് ഇട്ടിട്ടതിന് ശേഷം മാത്രം നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി ഒന്നും ചെയ്യേണ്ട, ബാക്കിയൊക്കെ ഓക്കെയാണ്. ബാക്കിയെല്ലാം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, എല്ലാം റെഡിയാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പാത്ത് വേരിയബിൾ സെറ്റ് ചെയ്യണം. പാത്ത് വേരിയബിൾ സെറ്റ് ചെയ്യണമെങ്കിൽ വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ്, അവിടെ ഈ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് ആണ്. അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇങ്ങനെ കുറച്ച് ഒരു വിൻഡോസ് അവിടെ ഈ അഡ്വാൻസ്ഡ് ടാബിലേക്ക് പോവുക. അവിടെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഏറ്റവും ഡൗണിലായിട്ട് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഈ സിസ്റ്റം വേരിയബിൾസ് ഉണ്ടോ, ഈ സിസ്റ്റം വേരിയബിൾസിൻ്റെ അടിയിൽ ഒരു പാത്ത് എന്ന് പറഞ്ഞൊരു ഫയലുണ്ടാവും. തരാം പാത്ത്. ഓക്കെ, ഇത് കണ്ടോ, ഈ ഫയൽ ഡബിൾ ക്ലിക്ക് വെക്കുക. അപ്പോൾ ഇത് പലരുടെയിൽ പല രീതിയിലാണ് ഓപ്പൺ ആയി വരുന്നത്. ചിലരുടെ ഒരു വിൻഡോ വലിയ ബോക്സ് ആയിട്ടായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് ടാബൊക്കെ ഉണ്ടാവും, ന്യൂ ഉണ്ടാവും, ആഡ് ഉണ്ടാവും, എഡിറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ന്യൂനൊക്കെ പാത്ത് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ പാത്ത് കമ്പ്യൂട്ടറിലേക്ക് ഒരു സ്പെസിഫിക് ഡയറക്ടറിയിലേക്കാണ് പൈത്തോൺ ഇൻസ്റ്റാൾ ആവുക. അത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ആദ്യം ലോക്കൽ ഡിസ്ക് C, ഇവിടെ പ്രോഗ്രാം ഫയൽസ് അല്ല, യൂസേഴ്സ്, എഗെയിൻ യൂസർ, ഇവിടെ ആപ്പ് ഡാറ്റ ഉണ്ടോ, ആപ്പ് ഡാറ്റ എടുക്കുക. ആപ്പ് ഡാറ്റയിൽ നിങ്ങൾ ലോക്കൽ, അവിടെ നിന്ന് പ്രോഗ്രാംസ്, അവിടെ പൈത്തോൺ 3732. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് പൈത്തോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡയറക്ടറി. അപ്പോൾ ഈ പാത്ത് കോപ്പി ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാത്ത് സെലക്ട് ആവും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, ജസ്റ്റ് ഇവിടെ വരിക. ഈ പാത്ത് വേരിയബിൾ ഇപ്പം ചിലവരുടെ ഇവിടെ എന്തെങ്കിലും പാത്ത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യാൻ. അപ്പോൾ അതല്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്തിന് ശേഷം, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഞാൻ 3 പാത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് സിക്ക് വേണ്ടി ഞാൻ MinGWയുടെ പാത്ത് കൊടുത്തിട്ടുണ്ട്, C പ്രോഗ്രാം ഫയൽസിന് MinGWയുടെ പാത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാവയുടെ പാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്ത് കൊടുത്തതിന് ശേഷം മറ്റേ ഞാൻ പറഞ്ഞില്ല 2 ടൈപ്പ് വരും. അത് മറ്റേ ടൈപ്പ് ആണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, ജസ്റ്റ് ന്യൂ ഒക്കെ അടുത്ത പാത്ത് ഓപ്പൺ ചെയ്യുക, പിന്നെ ന്യൂ ഒക്കെ അടുത്ത പാത്ത് ആഡ് ചെയ്യുക, ന്യൂ ഒക്കെ നമുക്ക് ഒരു 10-20 പാത്ത് വേണമെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ ചില വിൻഡോസിൽ ഇങ്ങനെ ഒറ്റ ബോക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് പാത്ത് ആഡ് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ പാത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെമിക്കോളൻ കണ്ടോ, ഞാൻ ഒരു പാത്ത് MinGWയുടെ പാത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു സെമിക്കോളൻ ഇട്ടിട്ട് ജാവയുടെ പാത്ത് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജാവയുടെ പാത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പാത്ത് ആഡ് ചെയ്യുന്നത്. ഇവിടെ ജാവയുടെ പാത്ത് ഈ ബിന്നിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഒരു സെമിക്കോളൻ ഇട്ടിട്ടാണ് ഞാൻ അടുത്തത് പൈത്തോണിൻ്റെ പാത്ത് ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തു. പൈത്തോൺ 37 അതിൻ്റെ നമ്മൾ പാത്ത് ആഡ് ചെയ്തു. ഓക്കെ നെക്കുക. ഓക്കെ, അപ്പം നമ്മളെല്ലാം കഴിഞ്ഞു, സെറ്റിങ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി. നമുക്കൊന്ന് ഓപ്പൺ ആക്കി വെക്കാം. ബ്രെയിൻസ് ഇപ്പോൾ Pycharm ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടേക്കുന്ന കുറച്ച് പ്രൊജക്ട്സ് ആണ്, അത് നോക്കണ്ട. നിങ്ങൾക്ക് ഇതുണ്ടാവില്ല, ഡയറക്റ്റ് ഇതിവിടെ ഈ 3 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിനൊക്കെ അവിടെ നിങ്ങളുടെ ഫയൽ എന്താണ്. അപ്പോൾ ഞാൻ സാമ്പിൾ എന്ന് പറയുന്ന ഫയല്
ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ കണ്ടോ പ്രൊജക്റ്റ് ഇൻ്റർപ്രിറ്റർ കണ്ടോ, അത് ഡൗൺ ക്ലിക്ക് ഒക്കെ എല്ലാവരുടെയിലും ഫസ്റ്റ് ഇത് ഞാൻ ഓൾറെഡി ചെയ്തേക്കണ കാരണമാണ് എൻ്റെ ഇവിടെ വന്നത്. എല്ലാവരും ഇതായിരിക്കും ന്യൂ എൻവയോൺമെൻ്റ് ആയിരിക്കും ടിക്ക് ചെയ്തിട്ടേക്കണേ, ഈ ചെക്ക് ചെയ്തെടുക്കണം. അതാണ് ചെക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പൈത്തോൺ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ എക്സിസ്റ്റിംഗ് ഇൻ്റർപ്രിറ്റർ ഉണ്ടോ അത് ചെക്ക് ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾ പൈത്തോൺ 3.7 ആയിട്ട് ഇൻ്റർപ്രിറ്റർ ആവുള്ളൂ. നിങ്ങൾക്ക് സാധാരണ ഒരു കോഡിങ് ഇവിടെ കാണിക്കുമ്പോൾ കുറേ എറേഴ്സൊക്കെ ഉണ്ട്, അത് നമ്മൾ വേണ്ട. നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻ്റർപ്രിറ്റർ ചെക്ക് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. നമ്മൾ പൈത്തോൺ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ സാമ്പിൾ എന്ന് കണ്ടോ, ഈ പാക്കേജിൽ ന്യൂ പൈത്തോൺ ഫയൽ പേര് ഇപ്പോൾ ഞാൻ സാമ്പിൾ തന്നെ കൊടുക്കാണ്. യെസ്, നമ്മുടെ പൈത്തോൺ ഫയൽ ഫ്രിഡ്ജ് നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും കോഡ് ചെയ്യാം. സോ നമ്മുടെ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും എറേഴ്സ് നിങ്ങൾക്ക് വരാണെങ്കിൽ താഴെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.